അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാരത്രിക ലോകത്ത് നമ്മുടെയൊക്കെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള ഏകദേശം 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചക ശൃംഖല അവരുടെയൊക്കെ സമുദായത്തെ വിശാലമായിരിക്കുന്നൊരു മരുഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നത് നമുക്കറിയാം. അവിടെ വെച്ചുകൊണ്ട് എല്ലാ മനുഷ്യന്മാർക്കും അവരവരുടെ ജീവിതത്തെ സംബന്ധിച്ച് അവർ ചെയ്ത കർമ്മങ്ങളെ സംബന്ധിച്ചൊക്കെ കൃത്യമായി വിചാരണ നടത്തിയതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ ഫരീഖുൻ ഫിൽ ജന്ന വ ഫരീഖുൻ ഫിസ് സഈർ, സ്വർഗത്തിൻ്റെ അവകാശികളെ സ്വർഗത്തിലേക്കും നരകത്തിൻ്റെ അവകാശികളെ നരകത്തിലേക്കുമൊക്കെ തിരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വിചാരണയുണ്ട്. ആ വിചാരണ ലഘൂകരിച്ച് കിട്ടാൻ, അതൊന്ന് എളുപ്പമായി കിട്ടാൻ ആഗ്രഹിക്കാത്തവർ ആരാണ് ഉണ്ടാവുക? പരലോകത്ത് അല്ലാഹുവിൻ്റെ വിചാരണ നമുക്ക് ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഗുരുനാഥന്മാർ, നാമുമായി ബന്ധമുള്ള ആളുകൾക്കൊക്കെ പാരത്രിക ലോകത്ത് നമ്മുടെ വിചാരണ അള്ളാഹു തആല ലഘൂകരിച്ചുകൊണ്ട് നമ്മുടെ ഹിസാബുകളൊക്കെ എളുപ്പമായി കൊണ്ട് നമുക്ക് സ്വർഗഭവനത്തിൽ തന്നെ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം യാ ഹസീബ് യാ ഹസീബ് യാ ഹസീബ് എന്ന പരിശുദ്ധമായ നാമത്തെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ടത് ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.